വചനം 236. ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല. ഇൻ ത്വല്ലഖ്തും, നിങ്ങൾ വിവാഹമോചനം നടത്തിയെങ്കിൽ, അന്നിസാ, സ്ത്രീകളെ, മാ ലം തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കാത്തപ്പോൾ, ഔ തഫ്രിദൂ ലഹുന്ന, അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിക്കാത്തപ്പോൾ, നിർണയിക്കാത്ത, നിർബന്ധമാക്കാത്തപ്പോൾ, ഫരീദതൻ, ഒരു നിർണയം, നിശ്ചയം, നിർബന്ധം, വമത്തിഉഹുന്ന, നിങ്ങൾ അവർക്ക് മുത്അത്ത് കൊടുക്കുകയും ചെയ്യുക, അഥവാ വിഭവം, ഉപഭോഗവസ്തു കൊടുക്കുകയും ചെയ്യുക. അലൽ മൂസിഇ, നിവൃത്തിയുള്ളവൻ്റെ മേലുണ്ട്, കഴിവുള്ളവൻ്റെ മേലുണ്ട്, ഖദറുഹു, അവൻ്റെ തോത്. വ അലൽ മുഖ്തിരി, ഞെരുക്കക്കാരൻ്റെ മേലും ഉണ്ട്, അഥവാ തിടുക്കക്കാരൻ്റെ മേലും ഉണ്ട്, ഖദറുഹു, അവൻ്റെ തോത്. മതാഅൻ, ഒരു വിഭവം നൽകൽ, ബിൽ മഅറൂഫി, ആചാരപ്രകാരം, മര്യാദപ്രകാരം, ഹഖ്ഖൻ, കടമ, അവകാശം, ന്യായം, അലൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരുടെ മേൽ, നന്മ ചെയ്യുന്നവരുടെ മേൽ. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ സ്പർശിക്കുകയോ അവർക്ക് മഹറിൻ്റെ ഒരു നിർണയം നിർണയിക്കുകയോ ചെയ്യാത്തപ്പോൾ അവരെ നിങ്ങൾ വിവാഹമോചനം നടത്തിയെങ്കിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അവർക്ക് നിങ്ങൾ മുത്അത്ത് അഥവാ അനുഭവിക്കുവാനുള്ള വിഭവം നൽകുകയും ചെയ്യണം. നിവൃത്തിയുള്ളവൻ്റെ മേൽ അവൻ്റെ തോതും ഞെരുക്കമുള്ളവൻ്റെ മേൽ അവൻ്റെ തോതുമെത്രേ ബാധ്യത. ആചാരമര്യാദയനുസരിച്ചുള്ള ഒരു വിഭവം നൽകണം. അതെ, സുകൃതം ചെയ്യുന്നവരുടെ മേൽ ഒരു കടമ. ഭാര്യമാരെ വിവാഹമോചനം നടത്തുന്നതിന് നിയമദൃഷ്ട്യാ അംഗീകാരമുണ്ടെങ്കിലും സ്വതവേ അതൊരു നല്ല കാര്യമല്ലല്ലോ. അനുവദനീയമായ കാര്യത്തിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും കോപകരമായുള്ളത് ത്വലാഖാകുന്നു, അഥവാ വിവാഹമോചനമാകുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അബൂദാവൂദ്, ഇബ്നു മാജ, ഹാക്കിം. എന്നിരിക്കെ വിവാഹകർമ്മം കഴിഞ്ഞതിനു ശേഷം സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശനം അഥവാ സംയോഗം നടന്നിട്ടില്ലാതിരിക്കുകയും അവർക്ക് വിവാഹമൂല്യമായി നൽകപ്പെടുന്ന സംഖ്യ അഥവാ മഹർ എത്രയാണെന്ന് ഇരുകൂട്ടരും തമ്മിൽ നിർണയം ചെയ്യപ്പെട്ടു കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സ്ത്രീയെ വിവാഹമോചനം നടത്തുന്നതിന് വിരോധമുണ്ടോ എന്ന് സംശയിക്കാമല്ലോ. വിവാഹമോചനത്തിൻ്റെ ആവശ്യം നേരിടുന്ന പക്ഷം ആ അവസരത്തിലും അത് നടത്താം, അതിൽ തെറ്റില്ല. അത് നിയമാനുസൃതം തന്നെയാണ് എന്നും അവൾക്ക് മഹർ കൊടുക്കേണ്ടതില്ലെന്നും അള്ളാഹു അറിയിക്കുന്നു. ഈ അവസരത്തിൽ ത്വലാഖ് നടക്കുന്നത് സ്വാഭാവികമായും അവരുടെ മനസ്സിന് വലിയ ക്ഷതം ഏൽപ്പിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഒരു മനസ്സമാധാനമെന്ന നിലക്ക് എന്തെങ്കിലും ഒരു വിഭവം സമ്മാനമായി നൽകണമെന്നും അത് ഓരോരുത്തരുടെയും കഴിവിനും പദവിക്കും അനുസരിച്ചും വേണമെന്നും കൽപ്പിക്കുന്നു. ഈ വിഭവം മുത്അത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. മുത്അത്ത് എന്തായിരിക്കണം, എത്ര വേണം എന്നൊന്നും ഖുർആനിലോ ഹദീസിലോ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഭർത്താവിൻ്റെ കഴിവനുസരിച്ചും സദാചാര മര്യാദയുമനുസരിച്ചും വല്ലതും കൊടുക്കണമെന്നേ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ സുഹൃതവാന്മാരായ ആളുകൾക്ക് ഒഴിച്ചുകൂടാത്ത ഒരു കടമയാണ് അതെന്നുകൂടി അള്ളാഹു ഉണർത്തിയിരിക്കുന്നു. എല്ലാവരും അത് നൽകേണ്ടതില്ല എന്നല്ല ഇതിൻ്റെ ഉദ്ദേശ്യം. സുഹൃതവും മാന്യവുമായ ഒരു കാര്യമാണതെന്നും അതിൽ ആരും പിശുക്ക് കാണിക്കരുതെന്നും ശക്തിയായ ഭാഷയിലുള്ള ഒരു പ്രോത്സാഹനം നൽകലാണത്. മിതമായ തോതിലുള്ള മുത്അത്തിന് പല മഹാന്മാരും പല ഉദാഹരണങ്ങളും പറഞ്ഞു കാണാം. ഒരു കൂട്ടം വസ്ത്രം, ഒരു വേലക്കാരൻ, ഒരു കുപ്പായവും തട്ടവും തുണിയും എന്നിങ്ങനെയും സാധാരണഗതിയിൽ അതത് സ്ത്രീകൾക്ക് ലഭിക്കാറുള്ള മഹറിൻ്റെ പകുതി, 10-30 പണം എന്നിങ്ങനെയുമൊക്കെ അതിന് ഉദാഹരണങ്ങൾ പറയപ്പെട്ടു കാണാം. ചില മഹാന്മാർ ആയിരക്കണക്കിൽ സംഖ്യ മുത്അത്ത് നൽകിയതായും നിവേദനം ചെയ്യപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിവും മാനമര്യാദയും കാലദേശ വ്യത്യാസങ്ങളുമനുസരിച്ച് ആ സ്ത്രീകൾക്ക് ഒരു മനസ്സമാധാനവും സന്തോഷവും ലഭിക്കത്തക്ക വിധം
വല്ല വിഭവവും നൽകുക എന്നതാണ് മുത്തഅത്ത് കൊണ്ട് വിവക്ഷ എന്ന് സാമാന്യമായി പറയാം. വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ കൊടുക്കൽ ഒഴിച്ചുകൂടാത്ത ഒരു നിർബന്ധമത്രേ. എന്നാൽ വിവാഹകാര്യം അഥവാ നിക്കാഹ് നടക്കുമ്പോൾ തന്നെ മഹറിൻ്റെ സംഖ്യ നിർണ്ണയിക്കൽ നിർബന്ധമില്ല. അത് പിന്നീട് നിശ്ചയിച്ചാലും മതിയാകും. വിവാഹകർമ്മത്തോടൊപ്പം തന്നെ മഹർ മുഴുവൻ കൊടുത്തേ തീരൂ എന്നുമില്ല. രണ്ടു കൂട്ടരും തമ്മിൽ നടക്കുന്ന നിശ്ചയപ്രകാരം പിന്നീട് കൊടുത്താലും മതിയാകും എന്നൊക്കെ ഈ വചനത്തിൽ നിന്നും അടുത്ത വചനത്തിൽ നിന്നുമായി ഗ്രഹിക്കാവുന്നതാകുന്നു. കൂടാതെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ വിവാഹകർമ്മം നടക്കുമ്പോൾ മഹർ ഇത്രയാണെന്ന് പറയാറുണ്ടെങ്കിലും അത് കൊടുത്തു തീർക്കാതിരിക്കുന്ന ഒരു സമ്പ്രദായം ചിലർക്കിടയിൽ നടപ്പുണ്ട്. പിന്നീട് വിവാഹമോചനത്തെ തുടർന്നോ മരണത്തെ തുടർന്നോ ഇരുകൂട്ടർക്കുമിടയിലുള്ള ധനപരമായ കണക്കുകൾ അന്യോന്യം പറയുമ്പോൾ മാത്രമേ അവർ മഹറിൻ്റെ സംഖ്യയെപ്പറ്റി ആലോചിക്കാറുള്ളൂ. ഇത് ശരിയല്ലെന്നും നിശ്ചയിച്ച മഹർ യഥാസമയം കൊടുത്തു തീർക്കണമെന്നും സമുദായ സ്നേഹികളായ പലരും ശബ്ദമുയർത്താറുള്ളതിൻ്റെ അർത്ഥം വേണ്ട പോലെ ഗ്രഹിക്കാത്തതിൻ്റെ ഫലമായി വിവാഹകർമ്മം നടക്കുമ്പോൾ തന്നെ മഹർ മുഴുവൻ കൊടുക്കൽ നിർബന്ധമാണെന്നും ചിലർ തെറ്റിദ്ധരിച്ചതായി കാണാം. വാസ്തവം മുകളിൽ പറഞ്ഞ പ്രകാരമാണ് താനും.